സിറിയയിൽ അലപ്പോയിൽ കത്തോലിക്ക ആശ്രമത്തിന് നേരെ വിമത ഭീകര സംഘടനകളുടെ ആക്രമണം. അലപ്പോയിൽ പ്രവർത്തിക്കുന്ന തെരേസാൻഡ ഹോളി ലാൻഡ് ആശ്രമത്തിന് നേരെയാണ് ഷെല്ലാക്രമണം ഉണ്ടായത്. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ആക്രമണത്തിൽ ആശ്രമ കെട്ടിടത്തിന് വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ചു. ഡിസംബർ 1 മുതൽ സിറിയയിലെ അലപ്പോ നഗരം കനത്ത യുദ്ധമുഖത്താണ് മുന്നോട്ടു പോകുന്നത്. ഹോളിലാൻഡ് ഫ്രാൻസിസ്കൻ സന്യാസ സഭ പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നത് അലപ്പോയിൽ പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ്കൻ തെരേസാൻഡ ആശ്രമത്തിനു നേരെ ആക്രമണം നടന്നുവെന്നാണ്. ഇതിന്റെ തെളിവുകളും സഭ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു യുദ്ധവിമാനത്തിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ആശ്രമത്തിൽ പതിച്ചുവെന്നും ആശ്രമത്തിന്റെ ചാപ്പൽ, സംഭരണശാല, സ്പോർട്സ് സെന്റർ ഇവയ്ക്ക് ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ചിത്രങ്ങൾ സാക്ഷ്യം നൽകുന്നു. യുദ്ധത്താലുള്ള പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും പ്രത്യാശയുടെ കിരണമായി മാറുകയാണ് ഫ്രാൻസിസ്കൻ സന്യാസിമാർ. ഏതുതരത്തിലുള്ള പ്രതിസന്ധികളെയും ആക്രമണങ്ങളെയും തങ്ങൾ നിരസിക്കുന്നുവെന്നും ദൈവം തങ്ങളെ ഏതവസ്ഥയിൽ അയച്ചാലും അവിടെ സമാധാനവും അനുരഞ്ജനവും സ്ഥാപിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അലേപ്പോ നഗരം കൂടുതൽ നാശത്തിലേക്ക് പോകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി സിറിയയിലെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും ഫ്രാൻസിസ്കൻ സഭ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. യുദ്ധ അന്തരീക്ഷത്തിലും ആശ്രമ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന ചാരിറ്റി കിച്ചണും ബേക്കറിയും ആക്രമണം നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ പുനരാരംഭിച്ചു. 1000-ഓളം ആളുകൾക്ക് സൗജന്യ ഭക്ഷണം ആശ്രമം ദിവസേന ഒരുക്കുന്നുണ്ട്. 1940കളിലാണ് അലേപ്പോയിൽ തെരേസാൻഡ ഹോളിലാൻഡ് മൊണാസ്ട്രി പണി കഴിക്കപ്പെട്ടത്. ആശ്രമത്തോട് ചേർന്ന ഒരു പ്രശസ്തമായ സ്കൂളും പ്രവർത്തിച്ചിരുന്നു. മറ്റ് പല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയും പോലെ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സിറിയൻ സർക്കാർ ഈ സ്കൂൾ പിടിച്ചെടുത്തിരുന്നു. 2020ലാണ് ഈ സ്കൂൾ സഭയ്ക്ക് സർക്കാർ തിരികെ നൽകിയത്. ദുരിതാശ്വാസ മേഖലകളിലും പ്രാദേശിക വികസന സേവനങ്ങളും സഭ ഇവിടെ നൽകി വരുന്നു. അലേപ്പോയിൽ നിന്നും ധാരാളം ക്രൈസ്തവർ ഇതിനോടകം പലായനം ചെയ്തതായും സഭാധികാരികൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.